വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മള് ഹീറ്റ് പ്രസ് ഹീറ്റ് പ്രസ് സപ്ലിമേഷൻ പ്രിന്റർ വന്നിട്ടുണ്ട്. നമ്മൾ DTF ആണ് പറഞ്ഞിരുന്നത്. അപ്പൊ DTF മെഷീൻ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ സപ്ലിമേഷന്റെ കൂടെ എടുക്കാൻ കാരണം കപ്പിൽ എടുക്കുമ്പോഴത്തേക്കും ഒരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് ഉണ്ടോ? സപ്ലിമേഷന്റെ ഇതാണ് സാധനം, പക്ഷെ ക്വാളിറ്റി ഇതാണ്. നമ്മുടെ DTF തന്നെയാണ് ക്വാളിറ്റി ഉണ്ടോ, നല്ലൊരു ഫിനിഷിങ് ആ ഒരു ഇത്. പക്ഷെ നമുക്ക് പിടിക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യും. ഇതിന് ആ ഒരു ഗ്ലോസി ഫിനിഷും ഇതൊരു മാറ്റ് ഫിനിഷും ആയിട്ടാണ് വരുന്നത്. കപ്പ് കാര്യങ്ങൾക്കെല്ലാം എനിക്ക് തോന്നുന്നു സപ്ലിമേഷൻ ആണ് ബെറ്റർ. ഒരു ഷോക്കേസിംഗിൽ വെക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു DTF ആയിരിക്കും ബെറ്റർ. അതുകൊണ്ടാണ് സപ്ലിമേഷൻ പ്രിന്റർ നമ്മൾ കൂടെ എടുത്തത്. പിന്നെ DTF മെഷീന് കുറച്ചും കൂടെ 2 ദിവസത്തിനകത്ത് വരും എന്തായാലും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതാണ് നമ്മുടെ വലുതും ഇത് നമ്മുടെ ചെറുതും. ഇതാണ് സപ്ലിമേഷൻ പേപ്പർ. നിങ്ങൾക്ക് കാണിച്ചു തരാം. സപ്ലിമേഷൻ പേപ്പർ കണ്ടിട്ടില്ല എന്നുള്ള നമ്മൾ A4 ഷീറ്റ് എടുക്കണം. പക്ഷെ കുറച്ചുകൂടെ ഒരു തിക്നെസ് ഫീൽ ചെയ്യും പേപ്പറിന്. ഒരു ഫീൽ ചെയ്യും. സോഫ്റ്റ്വെയർ ഡിസ്ക്, പവർ കേബിൾ, ടേപ്പ്. ഇതിന്റെ കൂടെ 4 കളേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. മജന്ത, യെല്ലോ, സിയാൻ, ബ്ലാക്ക്. നമ്മളിതിനൊക്കെ പിങ്ക് എന്ന് പറയും, ഇതിനെ മഞ്ഞ എന്ന് പറയും. ഈ സിയാനൊക്കെ ഞാൻ കേൾക്കണം അറിയിട്ടാണ്. നീലെന്ന് നമ്മൾ പറയും. ഇത് നമ്മളെ കറക്റ്റ് നമ്മളൊക്കെ മലയാളിയിലാണ്. പിന്നെ ഈ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്. നമ്മൾ സപ്ലിമേഷൻ പ്രിന്ററിന്റെ അൺബോക്സിങ് കാര്യങ്ങൾ മാത്രം ചെയ്തു. ബാക്കി സെറ്റിങ്സ് ചെയ്തില്ല, കാരണം അവർ നമുക്ക് ക്ലാസ് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ മുമ്പ് എടുത്ത് വെച്ച DTFന്റെ ഫിലിം വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പുതിയ ഹീറ്റ് പ്രസ് മെഷീൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് അവർ തന്നെ, ഹീറ്റ് ടെമ്പറേച്ചർ ചാർട്ട് അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം സെറ്റ് ചെയ്ത് ജസ്റ്റ് അടിച്ച് നോക്കി. ഇതാണ് ടെമ്പറേച്ചർ. സാമ്പിൾ അടിച്ച് വേണം നമ്മൾ മുമ്പ് എടുത്ത് വെച്ച പ്രിന്റ്. അതൊന്ന് ജസ്റ്റ് ഇവിടെ നമുക്ക് അടിച്ചു വെക്കാം. നമ്മൾ ഹീറ്റ് പ്രസിന്റെ മെഷീൻ ആയിരുന്നു ഗൈസ് നമുക്ക് മുമ്പ് നല്ല പ്രിന്റ് കിട്ടാത്തത്. പ്രസ് കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെതായ ആ ഒരു ക്വാളിറ്റിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാൻഡ്ലൂംസിന്റെ കറക്റ്റ് ലോഗോ പ്രിന്റ് എല്ലാം കറക്റ്റ് ആവുന്നുണ്ട്. സംഭവം നമുക്ക് പറ്റിപ്പോയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഹീറ്റിംഗ് കിട്ടിയില്ല. പിന്നെ നമ്മൾ തണുക്കുന്നവരെ വെയിറ്റും ചെയ്തില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടോട്ടെ വരാം. അതുവരെ see you.